വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മത്തായി രചിച്ച യേശുവിന്റെ സുവിശേഷം അധ്യായം 23, 29 മുതൽ 36 വരെയുള്ള വാക്യങ്ങൾ. അതുപോലെ ബാഹ്യമായി മനുഷ്യർക്ക് നല്ലവരായി കാണപ്പെടുന്ന നിങ്ങൾ ഉള്ളിൽ കാപട്യവും അനീതിയും നിറഞ്ഞവരാണ്. കപടനാട്യക്കാരായ നിയമജ്ഞരെ, ഫരിസേയരെ, നിങ്ങൾക്കു ദുരിതം. നിങ്ങൾ പ്രവാചകന്മാർക്ക് ശവകുടീരങ്ങൾ നിർമ്മിക്കുകയും നീതിമാന്മാരുടെ സ്മാരകങ്ങൾ അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് പറയുന്നു, ഞങ്ങൾ ഞങ്ങളുടെ പിതാക്കന്മാരുടെ കാലത്ത് ജീവിച്ചിരുന്നെങ്കിൽ പ്രവാചകന്മാരുടെ രക്തത്തിൽ അവരോടുകൂടെ പങ്കാളികളാകുമായിരുന്നില്ല എന്ന്. അങ്ങനെ നിങ്ങൾ പ്രവാചകന്മാരെ വധിച്ചവരുടെ സന്താനങ്ങളെന്ന് നിങ്ങൾക്ക് തന്നെ എതിരായി സാക്ഷ്യം നൽകുന്നു. നിങ്ങളുടെ പിതാക്കന്മാരുടെ ചെയ്തികൾ നിങ്ങൾ പൂർത്തിയാക്കുവിൻ. സർപ്പങ്ങളെ, അണലി സന്തതികളെ, നരകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ ഞങ്ങൾക്കെങ്ങനെ കഴിയും? അതുകൊണ്ട് ഇതാ, പ്രവാചകന്മാരെയും ജ്ഞാനികളെയും നിയമജ്ഞരെയും ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ വധിക്കുകയും ക്രൂശിക്കുകയും ചെയ്യും. ചിലരെ നിങ്ങൾ നിങ്ങളുടെ സിനഗോഗുകളിൽ വെച്ച് ചമ്മട്ടി കൊണ്ടടിക്കുകയും പട്ടണം തോറും പിന്തുടർന്ന് പീഡിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ നിരപരാധനായ ആബേലിന്റെ രക്തം മുതൽ ദേവാലയത്തിനും ബലിപീഠത്തിനും മധ്യേ വെച്ച് നിങ്ങൾ വധിച്ച ബറാക്കിയായുടെ പുത്രനായ സഖറിയായുടെ രക്തം വരെ ഭൂമിയിൽ ചൊരിയപ്പെട്ട എല്ലാ നീതിമാന്മാരുടെയും രക്തം നിങ്ങളുടെ മേൽ പതിക്കും. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവയെല്ലാം ഈ തലമുറയ്ക്ക് സംഭവിക്കുക തന്നെ ചെയ്യും. വാക്കും പ്രവർത്തനവും വൈരുദ്ധ്യാത്മകമാകുമ്പോൾ ഇന്നത്തെ ലോകത്തിൽ ഭൂരിപക്ഷം മനുഷ്യരുടെ ഇടയിലും കണ്ടുകൊണ്ടിരിക്കുന്ന വികലമായ ഒരു ജീവിത രീതിയെ ചോദ്യം ചെയ്യുന്ന ഒന്നാണ് ഇന്നത്തെ സുവിശേഷം എന്ന് നമുക്ക് മനസ്സിലാക്കാം. പറയുന്നത് ഒന്ന്, ചെയ്യുന്നത് മറ്റൊന്ന്. ഇതാണ് ആ വികലമായ രീതി. ആധുനിക മനുഷ്യന്റെ മുഖമുദ്രയാണോ ഇതെന്ന് സംശയം തോന്നത്തക്ക വിധത്തിലെ ഈ രീതി മനുഷ്യരുടെ ഇടയിൽ വളർന്നു വരുന്നതായിട്ട് വേണം കാണാൻ. പറച്ചിലും പ്രവർത്തനവും തമ്മിൽ ഒരു ബന്ധവുമില്ല. യേശുവിന്റെ കാലത്തും ഇത്തരത്തിലുള്ള പെരുമാറ്റ രീതികൾ മനുഷ്യരുടെ ഇടയിൽ ഉണ്ടായിരുന്നു എന്നാണ് സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. ആ സമൂഹത്തിലെ രണ്ട് പ്രബലമായ വിഭാഗക്കാരായിരുന്നു ഫരീസേയരും സദ്ദുക്കായരും. ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തന ശൈലിയിലെ പൊതുവെ കാണപ്പെടുന്നത് വാക്കും പ്രവർത്തനങ്ങളും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്ത രീതിയിലുള്ള ജീവിതശൈലി. അവർ സുന്ദരമായി സംസാരിക്കും. വശ്യമായ രീതിയിലുള്ള പെരുമാറ്റ രീതി, മനുഷ്യനെ രക്ഷകരെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള നാട്യം, ഇതൊക്കെ അവരുടെ മുഖമുദ്രയായിട്ട് അനുഭവപ്പെടും. പക്ഷേ അടുത്തറിയുമ്പോൾ ആത്മാർത്ഥതയില്ലായ്മയും വക്രതയും കൗശലവും നിറഞ്ഞുള്ള പെരുമാറ്റ രീതി. ഇന്നത്തെ ശൈലിയിൽ പറഞ്ഞാൽ അതൊരു അടവ് നയം എന്ന രീതിയിൽ നമുക്ക് ചിന്തിക്കാം. ഇത്തരം അടവ് നയങ്ങളെ അതിശക്തമായ രീതിയിൽ യേശു വിമർശിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷം. ഈ സുവിശേഷത്തിൽ നിന്ന് നാം മനസ്സിലാക്കിയെടുക്കേണ്ടത്, ഇത്തരം രീതികളിൽ നാം അറിഞ്ഞോ അറിയാതെയോ നമ്മുടേതായിട്ടുള്ള പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കാൻ ഇടവരിക. ഇങ്ങനെ കടന്നു വന്നിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ആ രീതി നമ്മുടെ ജീവിതത്തിലെ ഉണ്ട് എന്ന് വരികിൽ യേശുവിന്റെ വിമർശനങ്ങൾ നാമും ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായി തീരും എന്നുള്ളതാകുമല്ലോ ഇന്നത്തെ സുവിശേഷത്തിന്റെ സന്ദേശം.